നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇനി വരുന്ന ജില്ലകളിൽ LDC പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഉറപ്പായിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പോൾ ഞാൻ അനാലിസിസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, മൗലാന അബുൽ കലാം ആസാദ്, ഭഗത് സിംഗ്, ഇവരെ മൂന്നുപേരെയും പറ്റി പഠിച്ചിട്ട് വേണം പോവാൻ. മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ +2 ടെക്സ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇസ്ലാമിക് സ്റ്റഡീസിൽ +2 ഇസ്ലാമിക് സ്റ്റഡീസിലുള്ള പോയിന്റ്സ് ആണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ ആദ്യത്തെ പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ, ഫ്രോണ്ടിയർ ഗാന്ധി എന്ന പേരിൽ പ്രസിദ്ധനായ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും ആത്മീയ നേതാവും കൂടിയായിരുന്നു. ബച്ചാ ഖാൻ, പച്ചാ ഖാൻ, ബാദ്ഷാ ഖാൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇദ്ദേഹം ജനിച്ചത് 1890 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ പെഷവാർ താഴ്വരയിലാണ്. 1890 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ പെഷവാർ താഴ്വരയിലാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ ജനനം. 1911 സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചേർന്നു. മുസ്ലിം പള്ളികളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് രൂപം നൽകിയെങ്കിലും 1915 ബ്രിട്ടീഷുകാർ പ്രസ്തുത സംരംഭത്തെ എതിർക്കുകയുണ്ടായി. സാമൂഹ്യ പരിഷ്കരണത്തിൽ ശ്രദ്ധയൂന്നിയ അദ്ദേഹം 1921 അഫ്ഗാൻ പുനരുദ്ധാരണ സഭ, പഷ്തൂൺ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകി. അദ്ദേഹം ആരംഭിച്ച മാസികകളായിരുന്നു 1927 പുറത്തിറങ്ങിയ പഷ്തൂണും 1929 ആരംഭിച്ച ഖുദായി ഖിദ്മത് ഖാറും. 1987 ഇന്ത്യൻ ഭരണകൂടം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. അതല്ല ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ്. 87 ഭാരതരത്ന ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. 1987 ഇന്ത്യൻ ഭരണകൂടം അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചു. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശീയനാണ് അദ്ദേഹം. അതും പോയിന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശീയൻ ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യ വിഭജനത്തെ ശക്തമായി എതിർത്ത അദ്ദേഹത്തെ 1948 മുതൽ 56 വരെ പാകിസ്ഥാൻ വീട്ടുതടങ്കലിലാക്കി. 1988 അദ്ദേഹം മരണപ്പെടുകയും അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC തിരുവനന്തപുരം ജില്ലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ്, ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഫുൾ സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്, കറണ്ട് അഫയേഴ്സ്, ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ്, SCERT, PSCയുടെ അല്ലാത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്, പിന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് LDC ട്രിവാൻഡ്രം ഡീറ്റെയിൽ ആയിട്ട് എവിടെ നിന്നൊക്കെയാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, ക്വസ്റ്റ്യൻ്റെ സോഴ്സ് അടക്കം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 999 രൂപയാണ് ഫീസ്. ഡിസംബർ 31 വരെ ഈ ഒരു ഫീസേ ഉള്ളൂ. കോഴ്സിന്റെ വാലിഡിറ്റി ഡിസംബർ 31 വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏതൊരു എക്സാം വന്നാലും, LGS ആയാലും സെക്രട്ടേറിയറ്റ് ആയാലും ഏതൊരു എക്സാം വന്നാലും ഈ ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ ക്ലാസ്സുകൾ തന്നെ ഫോളോ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഖിലാഫത്ത് പ്രസ്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹം പെഷവാറിൽ നിന്നും കാബൂൾ വരെ സമരജാഥ നടത്തിയിരുന്നു. ഗാന്ധിജിയുടെ സത്യാഗ്രഹമെന്ന ആശയത്തെ അദ്ദേഹത്തിന്റെ ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. ഗാന്ധിജിയോട് വളരെയധികം സൗഹൃദം സൂക്ഷിച്ചിരുന്ന അദ്ദേഹം 1947 വരെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ അദ്ദേഹം നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ഇനി 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ, സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററിലും ഇദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതിർത്തി ഗാന്ധി എന്ന ഹെഡിങ്ങിന്റെ കീഴിലാണ് ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. PSC മുന്നത്തെ പരീക്ഷകളിൽ ഈ പോയിന്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി
രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. ഇത്രയാണ് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് SCERTയിൽ പറഞ്ഞിരിക്കുന്നത്. വർഷം ഒന്നും കൊടുത്തിട്ടില്ല. വർഷം കൊടുത്തിരിക്കുന്നത് ഈ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ടെക്സ്റ്റിലാണ്, +2 ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ടെക്സ്റ്റിലാണ് വർഷങ്ങൾ കൊടുത്തിരിക്കുന്നത്. 87 അദ്ദേഹം അന്തരിച്ചു. 87 ഭരണകൂടം ഇദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. ഇദ്ദേഹം ജനിച്ച വർഷം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്, ഖുദായ് ഖിദ്മത്കാർ എല്ലാം ഇവിടെ കിട്ടി. അതുപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദിനെ പറ്റിയും ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കാം. മൗലാന അബുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബുൽ കലാം ആസാദ്. മറ്റൊരു ചോദ്യം, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആര്? അതും മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഇവിടെ തന്നെ ഓർക്കാം, കലാം, കാലം. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യത്തിന് മുൻപ് INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മൗലാന അബുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകനും മതനേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ജനിച്ച വർഷം ഏതാ? 1888. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അബുൽ കലാം മുഹയുദ്ദീൻ അഹമ്മദ് ആസാദ് എന്നായിരുന്നു. അപ്പൊ മൗലാന അബുൽ കലാം ആസാദിന്റെ യഥാർത്ഥ നാമം എന്തുവാ? അബുൽ കലാം മുഹയുദ്ദീൻ അഹമ്മദ് ആസാദ്. ഉറുദു ഭാഷയിലെ കവിയായിരുന്ന അദ്ദേഹം ഇസ്ലാം മതത്തെയും അതിന്റെ തത്വശാസ്ത്രത്തെയും പറ്റി ധാരാളം പ്രബന്ധങ്ങൾ എഴുതുകയുണ്ടായി. അദ്ദേഹം ധാരാളം വാരികകൾ ആരംഭിക്കുകയും ബ്രിട്ടീഷ് രാജിനെ എതിർക്കുകയും ചെയ്തു. 1992 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഈ വർഷം ഓർത്തിരിക്കുക. മൗലാന അബുൽ കലാം ആസാദിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? 1992. അദ്ദേഹം ജനിച്ച വർഷം 1888. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്ന അദ്ദേഹം നിസ്സഹരണ പ്രസ്ഥാനത്തിലും സ്വദേശി സ്വരാജ് പ്രസ്ഥാനങ്ങളിലും അംഗമായിരുന്നു. 35-ാം വയസ്സിൽ കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിച്ച അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വക്താവായിരുന്നു. 1940-45 കാലയളവിൽ അദ്ദേഹം വീണ്ടും INCയുടെ പ്രസിഡന്റ് ആകുകയും സാമുദായിക സൗഹാർദ്ദത്തിന് വക്താവായി അദ്ദേഹം ഇന്ത്യ വിഭജനത്തെ എതിർക്കുകയും ചെയ്തു. നെഹ്റുവിന്റെ ഭരണത്തിന് കീഴിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നിലയിൽ അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. IIT എന്ന പേരിൽ കേന്ദ്രീകൃത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, മറ്റു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ സംഭാവനയാണെന്ന് ഓർക്കുക. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11-ാം തീയതിയാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നത്. PSC എപ്പോഴും ചോദിക്കാറുണ്ട് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്. നവംബർ 11 ആരുടെ ബർത്ത്ഡേ ആണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ ആണ്. ഇസ്ലാം ഗസാലിയുടെ ജീവചരിത്രവും ഖുറാൻ വ്യാഖ്യാനവും ഹദീസ് വിശദീകരണ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനയാണ്. ഹിന്ദി, അറബി, ഉറുദു, ഇംഗ്ലീഷ്, ബംഗാളി, പേർഷ്യൻ ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ടായിരുന്നു. യുവത്വത്തിൽ തന്നെ ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി ചിന്താധാരകളിലും അദ്ദേഹം കഴിവ് പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ ബ്രിട്ടീഷുകാർ വംശീയ വിവേചനമായും ദേശീയ താൽപര്യത്തിനു വേണ്ടിയുള്ള സാമൂഹിക വീക്ഷണങ്ങളുമായി എതിർക്കുകയും ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ സാമുദായിക വിഭജനം എന്ന ആശയത്തോട് വിയോജിക്കുകയും ചെയ്തു. ഇതിനിടയിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കുകയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ഇസ്ലാമിക തത്വങ്ങളെ പഠന വിധേയമാക്കുകയും ചെയ്തു. പിന്നീട് തന്റെ വീക്ഷണങ്ങൾ മാറ്റിയ അദ്ദേഹം സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ബംഗാൾ വിഭജനത്തെ എതിർക്കുകയും ചെയ്തു. തന്റെ രചനകളിലൂടെ മുസ്ലിങ്ങളെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാക്കി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഈ പോയിന്റ് ഇവിടെ ഓർക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നത് ആരുടെ ആത്മകഥയാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ്. ഏത്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. തർജുമാനുൽ ഖുറാനാണ് അദ്ദേഹം രചിച്ച ഖുറാൻ വ്യാഖ്യാന വിശദീകരണ ഗ്രന്ഥം. മുസ്ലിം ലീഗിന്റെ ഇന്ത്യ വിഭജനത്തെ എതിർത്ത അദ്ദേഹം ബ്രിട്ടീഷ് നയങ്ങളെ എതിർക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുവാനും ബ്രിട്ടീഷ് നയങ്ങളെ തുറന്ന് എതിർക്കുവാനും വേണ്ടി 1912 ആരംഭിച്ച ഉറുദു ആഴ്ച പതിപ്പാണ് അൽ ഹിലാൽ. ഇത് നമ്മുടെ SCERTയിലും കൊടുത്തിട്ടുണ്ട്. അൽ ഹിലാൽ ആരംഭിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. വർഷം ഓർക്കണേ, 1912. അൽ ഹിലാൽ.
തുർക്കി സുൽത്താന്റെ ഖിലാഫത്ത് സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച മറ്റൊരു മാസികയാണ് അൽ ബലാഗ്. അപ്പോൾ അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ മാസികകൾ ആരുടേതാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഖിലാഫത്ത് പ്രസ്ഥാന വക്താക്കളോട് തുർക്കിയിലെ സുൽത്താന്റെ ഖിലാഫത്ത് സ്ഥാനം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്യലായിരുന്നു അൽ ബലാഗിന്റെ പ്രഥമ ലക്ഷ്യം. 1958 മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതം പ്രവാചകൻ മുഹമ്മദിനെ പോലെ ലളിതവും ആർഭാടരഹിതവുമായിരുന്നു. അപ്പൊ ഇദ്ദേഹം മരണപ്പെട്ടത് 1958. ഓക്കെ. അപ്പൊ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് കൂടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കുക. കുറച്ച് വർഷങ്ങൾ ഓർക്കാനുണ്ട്. അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി മരണാനന്തര ബഹുമതിയായിട്ട് 1992 അദ്ദേഹം മരിച്ചത് 1958